ഹലോ, അദ്വിക് ടി ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു മേള നടക്കുന്നത് നമ്മൾ ലൈവിലൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ലൈവ് കാണാൻ മറ്റേ മേള കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ യു പിയിൽ ഏറ്റവും വലിയ മേളയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞാൽ യു പിയിലെ ഈ മേള പറഞ്ഞാൽ വലിയൊരു മേള തന്നെ. യോഗി ആദിത്യനാഥൊക്കെയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് കേട്ടോ. പ്രശസ്തരായിട്ട് കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. 5 ദിവസം 5-ാം തീയതി മുതൽ 15-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു 10 ദിവസത്തെ വലിയൊരു മേള കേട്ടോ. നമ്മളിത് കാണാൻ പോവുകയാണ്. ഇതിനകത്ത് കണ്ട ഒരു ടവറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഗേറ്റൊക്കെ എൻട്രൻസ് ഒക്കെ കടന്ന് നേരെ മുന്നിലേക്ക് വന്നു. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഹെവി ആയിട്ടുള്ള മെഷീനറീസ് ഒക്കെ ഉണ്ടോ, വലുതായി കറങ്ങാനുള്ള സാധനങ്ങൾ, പിന്നെ തോണി പോലെ അങ്ങനെ ആടാറുള്ളത്, പിന്നെ കുട്ടികളുടെ ഹെലികോപ്റ്റർ പോലെ, ജീപ്പ് പോലെ, കാർ പോലെ, പിന്നെ കുറേ ട്രെയിൻസ്, അങ്ങനെ കണ്ട ഒരുപാട് എന്നാൽ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള കുട്ടികൾ കളിക്കാൻ പറ്റില്ല എല്ലാ സാധനങ്ങളുണ്ട്. പിന്നെ അതല്ലാണ്ട് തന്നെ ഒരുപാട് കരകൗശല വസ്തുക്കൾ പിന്നെ നമ്മുടെ അതേപോലെ ഇപ്പോൾ തണുപ്പ് സീസൺ തുടങ്ങിയത് കൊണ്ട് ഒരുപാട് ഡ്രസ്സുകൾ പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നും നോക്കാം. കുറച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചൊന്ന് പോകാം. ചെറുതായിട്ടൊരു വീഡിയോ കേട്ടോ, വലിയ കാര്യമൊന്നുമില്ല, ചെറിയൊരു വീഡിയോ. പിന്നെ ഇതാണ്ടോ ഈ ഒരു രാജസ്ഥാൻ പോലെയുള്ള ആൾക്കാർ കളിക്കുന്ന ഒരു ചെറിയൊരു ഇതാണ്. രാജസ്ഥാനിലെ യു പിയിലെ ഒരു ലോക്കലായിട്ടുള്ള ലാംഗ്വേജ് ആണ്, കൊട്ടും പാട്ടൊക്കെയാണ്. ഇപ്പോൾ അടിപൊളിയാണ് ഇങ്ങനെ കാണാനൊക്കെ കേട്ടോ. വയസ്സായിട്ടുള്ള ആൾക്കാരെ കളി എന്ത് രസമാണ് കാണാൻ. ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ ആൾക്കാർ മൊബൈലും പിടിച്ച് എല്ലാവരും വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവർക്കിങ്ങനെ ആവേശം കയറുകയാണ്. അപ്പോൾ അവരിങ്ങനെ കളിക്കുന്നുണ്ട്. നമ്മളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കണം. അതേപോലെ വേറെ ആൾക്കാർ രാജസ്ഥാനിൽ അതേപോലെ തന്നെ, രാജസ്ഥാനിൽ നിന്നല്ല, ഇവിടുത്തെ ലോക്കൽ ഭാഷയും ലോക്കലായിട്ടുള്ള ലാംഗ്വേജാണ് യു പിയിലെ. അപ്പോൾ അവിടെ ഇതുപോലെ ഇതേപോലെ തന്നെ ഒരു നമ്മുടെ നാട്ടിൽ എന്താ പറയുക, പകടി കൂടുന്നൊക്കെ, പകടി ഈ പാമ്പിനൊക്കെ പേരാണ് പകടി പോലെ സാധനം. ആ സാധനമൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഒരു ഊതുന്നത്. നല്ല രസമാണ് കേൾക്കാനൊക്കെ. ഓക്കെ, ഗംഭീരമാണ് എന്തായാലും. അപ്പോൾ നമ്മളതിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ല ഈ എന്താ പറയുക, കുതിര, എന്താ പാവക്കൂത്തോ എന്താ പറയുക, ഇത് അറിയുന്നവർ പറഞ്ഞിട്ടോ, നമുക്ക് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ കണ്ടു കൊടുക്കുകയാണ്. അതേപോലെ നമ്മുടെ നാട്ടിൽ ഈ കുത്തപ്പനാവോ ടവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സെറ്റാണ് ഇവിടെ, അതൊക്കെ മാൻമേഡാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല രസമാണ്. ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനൊക്കെ പറ്റിയ പോയിൻ്റാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതല്ലാണ്ട് എവിടെ നിന്നുണ്ടോ ഈ അടിപൊളിയായിട്ട് തടിയിൽ ചെയ്ത ഒരുപാട് ഡൈനിങ് ടേബിൾസ്, ഫുള്ള് ക്രാഫ്റ്റാണ് കേട്ടോ. പറഞ്ഞാൽ അടിപൊളിയായിട്ട് വീട്ടിൽ ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഒക്കെ ചെയ്യാൻ, വീട്ടിനകത്തൊക്കെ സെറ്റായി വെക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള വളരെ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ 500 രൂപ മുതൽ 200, 300, 400 മുതലുള്ള എല്ലാ സാധനവും വീട്ടിനുള്ളിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനവും കിട്ടും. ചപ്പാത്തിക്കല്ല് മുതൽ, ചീഞ്ചട്ടി മുതൽ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച എല്ലാ പാത്രങ്ങളും, ആർഭാടപ്പെട്ടി മുതൽ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഫുള്ള് മാൻമേഡാണ്. വളരെ റിസ്ക്കി ആയിട്ട് ഉണ്ടാക്കുന്ന കുറേ സാധനങ്ങളാണ്. വളരെ സെറ്റാണ്, വളരെ വിലക്കുറവുമാണ്. അപ്പോൾ ഞങ്ങളിതൊക്കെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നോക്കും. കാരണം കാണുമ്പോൾ നമ്മളിനി ഒരു വീട്ടിൽ ഒരു സാധനങ്ങളൊക്കെ തന്നെ വേണമെങ്കിൽ ഇന്നത്തെ മോഡലൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാമല്ലോ, വാങ്ങാമല്ലോ. ഇത് കാണുമ്പോൾ നല്ല ഭംഗിയാണോ ടോട്ടലി. അപ്പോൾ ഞാനിങ്ങനെ കുറേ നോക്കി. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ മോഡൽസൊക്കെ ഉണ്ടെങ്കിൽ ഇവർ നമ്പറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നറിയോ, നമുക്കങ്ങനെ ആണെങ്കിൽ നമ്മൾ നാട്ടിലാണെങ്കിൽ പോലും ഇവർ ഓർഡർ ചെയ്ത് അയച്ചു തരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ നമുക്ക് വളരെ ഇവിടുത്തെ റേറ്റ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ റേറ്റിന് തന്നെ ഇവർ സാധനങ്ങൾ കിട്ടും. ഓക്കെ, കണ്ടോ പല പാത്രങ്ങൾ, പല അടപ്പുകൾ, ചെമ്പുകൾ, പെട്ടികൾ, കയ്യിലുകൾ, പല സാധനങ്ങളുണ്ട്. എല്ലാ സാധനങ്ങളും ഞാനിങ്ങനെ ഒരു കണ്ണോടിച്ചു. എല്ലാം മൊബൈലിൽ ഒരു രസം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് ഇങ്ങനെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഷെയർ ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ നല്ല രസമുണ്ട് ടോട്ടലി. നമുക്ക് ഇഷ്ടമായി. ഞാനിങ്ങനെ കണ്ടപ്പോൾ ചെറിയ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് തോന്നുന്നു. അല്ലാണ്ട് കാര്യമായിട്ട് ഇതിനകത്തൊന്നുമില്ല, എന്നാലും നമ്മൾ കാണിച്ചു തരും. ഓക്കെ, ഇതൊക്കെ കാണുമ്പോൾ ഒരു മേളയിലൊക്കെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെ ഉണ്ട്. വെള്ളം മൂന്ന് സാധനം ഉണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം ചാടില്ലേ ഇങ്ങനെ ഗാർഡനിലോ, അല്ലെങ്കിൽ ചെറിയ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഷോ കേസിലോ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഏരിയയിലൊക്കെ, വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളാണ്. എനിക്ക് ചെറിയ ജലദോഷം പോകുന്നുണ്ട്, തണുപ്പ് കുറഞ്ഞുകൊണ്ട് ആകെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. പിന്നെ ചെറിയ കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കും. വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ. ഇതൊക്കെ ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന അടപ്പുകളാണ്. അടപ്പ് പറഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഈച്ച വരാണ്ടിരിക്കാനൊക്കെ വെക്കില്ലേ, അങ്ങനെ പണ്ട് രാജാക്കന്മാരൊക്കെ വെച്ചിരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ആ മോഡലിലാണ് കണ്ടോ. ആർഭാടപ്പെട്ടികളൊക്കെ നമുക്ക്, കുങ്കുമപ്പെട്ടികൾ, ആർഭാടപ്പെട്ടികൾ, പണപ്പെട്ടികൾ, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. ഇതൊക്കെ അങ്ങനെ രത്നങ്ങൾ പതിപ്പിച്ച പോലെ വെട്ടിത്തിളങ്ങാണ് കാണുമ്പോൾ. നല്ല രസമാണ്, സൂപ്പറായിട്ട് കാണാൻ. ഈ സാധനങ്ങൾ അന്ന് പറഞ്ഞ് ഞങ്ങൾ വാങ്ങിയിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ പിത്തളിൻ്റെ ഐറ്റംസ് കുറേ ഉണ്ടോ. കുറേ ഇൻറ്റീരിയൽ വെക്കാൻ പറ്റുന്ന ഒരുപാട്, ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ. എന്ത് ഭംഗിയാണ് കാണാൻ, ഒരു രസം തന്നെയാണ്. ശരി, വളരെ വില ചീപ്പ് റേറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. നല്ല റേറ്റ് കുറവാണ്. നമ്മളൊക്കെ ഒരു കടയിലോ അല്ലെങ്കിൽ ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ നല്ല റേറ്റാണ്. പക്ഷേ ഓൺലൈനിനെക്കാട്ടിൽ എത്രയോ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഈ സാധനങ്ങൾ ലേ ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ,
നമുക്ക് നല്ല രസം തോന്നി. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ആക്ച്വലി 10 ദിവസം 15-ാം തീയതി വരെ ഉണ്ട് ഈ മേള. ഓക്കെ, അപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ നമ്പേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറ്റുവാണെങ്കിൽ നമ്മൾ അയച്ചു തരും. ഓക്കെ, ഇനിവേ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കുറേ ടോയ്സുകൾ സാധാരണ മേളയ്ക്കും ഉത്സവങ്ങളിലും കാണുന്ന പോലെ തന്നെ നമ്മുടെ ടോയ്സ് കടകളുണ്ട്. ആദ്യമൊക്കെ അങ്ങനെ ടോയ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തണുപ്പ് തുടങ്ങിയപ്പോൾ നിലത്ത് കൂടെ നടക്കുമ്പോൾ കാലൊക്കെ നല്ല തണുക്കും. അപ്പോൾ പണ്ട് ഈ പരവതാനി എന്നൊക്കെ പറയില്ലേ, നിലത്ത് കൂടെ ഒക്കെ വിളിക്കില്ലേ, പണ്ട് വീട്ടിൽ കൂടെ ഒക്കെ വിളിച്ചാൽ. നമ്മുടെ നാട്ടിൽ കൂടെ വളരെ കുറവാണ്, പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്, നല്ല വളരെ കുറവാണ്. പിന്നെ തലയിൽ തവളി ഇടാൻ വേണ്ടിയിട്ട് ഒരു രസം, ഒരു ലൈറ്റ് വെക്കണം കാണും. അപ്പോൾ അതൊന്നും ജസ്റ്റ് നോക്കി, വാങ്ങിയതൊന്നുമില്ല, തലയിൽ വെച്ചൊരു ഫോട്ടോ എടുത്തു. പിന്നെ ആദ്യക്ക് കളിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി. ഭയങ്കര തിരക്കാട്ടോ മേളയിൽ, ഒരുപാട് ആൾക്കാരുണ്ട്. സെലിബ്രിറ്റീസൊക്കെ വരുന്ന ദിവസം ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയും തിരക്കായിരിക്കും. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ഒന്നങ്ങനെ അതൊക്കെ നോക്കി. പിന്നെ ഇതാണ് നമ്മുടെ വെറ്റില, നമ്മുടെ നല്ല വെറ്റിലയിൽ വായിൽ ചമയ്ക്കാൻ മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനം കേട്ടോ. പിന്നെ അതുപോലെ ഈ മുറുക്കുമ്പോൾ ഇങ്ങനെ പുക വരില്ലേ, പുക വരുന്ന സംഭവമില്ലേ, അതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ പിസ്സ കൗണ്ടർ, തന്തൂരി കൗണ്ടർ, അങ്ങനെ മൊമ്മൂസ്, പിന്നെ ഉരുളൻകിഴങ്ങ് ഫ്രൈ, അങ്ങനെ പല തരത്തിലുള്ള പാവ് ബജ്ജി, അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടും. പിന്നെ ഐസ്ക്രീംസ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ ഇങ്ങനെ രസം ഒക്കെ ലേഔട്ടിൽ വെച്ചിട്ട് നല്ല നല്ല ഫുഡ്സും കാര്യങ്ങളും ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ടോ. ഫുഡ് ഐസ്ക്രീമൊക്കെ ആണ് തിരിയുന്നുണ്ടോ, മിക്സഡ് ഫ്രൂട്ട് ഐസ്ക്രീമാണല്ലോ. പിന്നെ തിരിച്ച് നമുക്കിങ്ങനെ ഒരു കപ്പിലാക്കി തരും, സെറ്റാണ്. അപ്പോൾ ഞങ്ങളവിടെ എടുത്തിരുന്നു കുറച്ച് മറ്റേ ആലു, മറ്റേതില്ലേ എന്താ ആലു എന്ന് പറയുന്നത്, ഉരുളക്കിഴങ്ങിൻ്റെ സാധനമുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ മേടിച്ചു. അപ്പോൾ ആദ്യം ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒന്നങ്ങനെ കുഞ്ഞു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് അതിൽ മസാല ഇട്ട് അതിൽ സെറ്റാക്കിയിട്ടാണ് ഈ സംഭവം. ഓക്കെ, അപ്പോൾ കുറേ ആൾക്കാർ വന്ന് കഴിക്കുന്നുണ്ട്, നമ്മളും മേടിച്ചു. ഒരു രസം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മൾ മേടിച്ചും ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ നമ്മളെ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, എല്ലാവരും തിന്നുന്ന തിരക്കിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് നമ്മളിങ്ങനെ പോകുന്നു. പിന്നെ ആൾക്കാർ ഈ കാലിൽ വടി കുത്തിക്ക് നടക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതും ഇങ്ങനെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അതൊരു എക്സൈറ്റ്മെൻറ്റ്, കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ആൾക്കാർക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു രസം. ചില ആൾക്കാർ പൈസ കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് കൊട്ടുന്നുണ്ട്. അപ്പോൾ അതിനോട് അവർ സ്റ്റെപ്പൊക്കെ വെച്ച് നടക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. കുറച്ച് നേരമൊക്കെ നോക്കിയും വലിയ കാര്യമായിട്ടൊന്നും വലിയ അട്രാക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഈ നടക്കുക എന്നുള്ളത് ഹെവി ആയിട്ട് പിടിച്ചിട്ട് പണിയില്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ലത് നടക്കാൻ പറ്റുന്നില്ലല്ലോ, വീഴൂലേ. അപ്പോൾ ഒരു ബാലൻസൊക്കെ പിടിച്ച് പോകുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു കല തന്നെ, ഒരു അഭ്യാസം എന്നൊക്കെ പറയാം. നമ്മുടെ നാട്ടിൽ സർക്കസിലൊക്കെ പോകുമ്പോഴാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇത് കാണുമ്പോൾ രസം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങൾക്കും ഓരോരുത്തരെ ഇങ്ങനെ വേഷങ്ങളൊക്കെ കെട്ടി വരാനൊക്കെ തുടങ്ങി, സിനിമ നടന്മാരെയും ചില ആൾക്കാരൊക്കെ ഇതേപോലെ തന്നെ പല ഇതും വന്നിട്ടൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഇതേപോലെ ഇവിടെ UP-യിൽ നമ്മളിങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ പിന്നെ അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ചു. അവരിങ്ങനെ അവരെ പണി വെച്ച് പോയി. നമ്മളത് അതിൽ ഐസ്ക്രീമൊക്കെ മേടിച്ചു. ഞാൻ ആദ്യമൊക്കെ കോൾഡൊക്കെ അതിൻ്റെ മാറിയിട്ടുള്ളൂ, വീട്ടിൽ അവന് ഐസ്ക്രീം വേണം തന്നെ. അപ്പോൾ അവന് ചെറിയൊരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. ഇത്രയും നേരം വന്ന് നമ്മൾ കുറേ വാശി പിടിച്ച് നോക്കി, കൊടുക്കില്ല എന്നങ്ങനെ. പിന്നെ അവനത് വേണം, അവനെക്കാട്ടിലും വേണ്ടത് അവൾക്കാണ്. അപ്പോൾ അത് നോക്കി. പിന്നെ ഇവിടെ ചെറിയൊരു നല്ല സെലിബ്രിറ്റീസ് രണ്ടുപേരും നിന്ന് പാടുന്നൊക്കെ ഉണ്ട്. ആൾക്കാർ വളരെ കുറവാണ്, അവർ ഭക്തി ഗാനങ്ങളാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. സെലിബ്രിറ്റീസാണ്, പക്ഷേ ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ അവരെ കുറച്ച് നേരം പാട്ടൊക്കെ നമുക്ക് മനസ്സിലാവാത്ത ലാംഗ്വേജൊക്കെയാണ്, നമ്മൾ ഇങ്ങനെ കേട്ടു. ഓക്കെ, കേൾക്കുമ്പോൾ ഒരു ഇമ്പുണ്ട്, കേട്ടപ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നിന്ന് നമ്മുടെ മ്യൂസിക്കും അടിപൊളിയാണ്. അപ്പോൾ ആ മ്യൂസിക് കമ്പോസിഷൻ കേൾക്കാൻ നല്ല രസമുണ്ടാകും. ഞാനിങ്ങനെ കുറച്ച് നേരം കേട്ട് അവിടെ നിന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങളും ആസ്വദിക്കൂ. പിന്നെന്താണ്, പിന്നപ്പോൾ എന്താ പറയുക, എല്ലാവരും ഇത് കണ്ടിട്ടില്ലേ, എന്താ പറയുക, കമൻറ്റ് ചെയ്യുക, മെയിനായിട്ട് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും നമ്മളെ മറക്കരുത്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടും കമൻസും ലൈക്കൊക്കെയാണ്. ഓക്കെ, അത് തരിക. ചെറിയ കുഞ്ഞു ചാനലാണ്, അപ്പോൾ ഈ ചാനൽ അങ്ങനെ പതുക്കെ മുന്നേറുന്നുണ്ട്. ആ മുന്നേറുന്ന പോലെ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഇത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വീഡിയോസ് വരുമ്പോഴും ലൈവിലേക്ക് വരുന്ന അതേ ഒരു സപ്പോർട്ട് നമുക്ക് വീഡിയോസിന് കിട്ടുന്നില്ല. അപ്പോൾ അത് എന്തായാലും
നമ്മൾ കഷ്ടപ്പെട്ട ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഓരോ മെമ്മറീസാണ് നമ്മൾ വീഡിയോ ഒക്കെ കുഞ്ഞ രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും എഡിറ്റ് ചെയ്ത് അതൊരു ഇങ്ങനെ സെറ്റാക്കി നമ്മൾ ഇങ്ങനെയൊക്കെ എത്തിച്ചേരുന്നത്. അതിൽ കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടാവും. കുഞ്ഞു ഫോണാണ്, കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യരുത്. നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വരുന്നതിനനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങളുടെ സജഷൻസാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് ഈ പെൻസിൽ പോലത്തെ സാധനമുണ്ട്, ചില്ലും കൊണ്ട് ലൈറ്റ്. ഇതിനകത്ത് ഈ വെള്ളമാണ്, ഒരു വെള്ളം നിറച്ചിട്ടുണ്ട്. അതിനകത്ത് കുറേ മിനുക്കങ്ങളുണ്ട്. പിന്നെ ഇത് മേലോട്ടാക്കും മേലേക്കും, താഴോട്ടാക്കും താഴേക്കും, അങ്ങനെ സെറ്റപ്പാണത്. അപ്പോൾ അതെങ്ങനെ നോക്കി. പിന്നെ കുറേ പാവകൾ, അങ്ങനെ കുറേ ചെരുപ്പ് കടകൾ, അങ്ങനെ ഓരോ കൗണ്ടർ കേട്ടോ. 4 പുറം കൗണ്ടറാണ്. അതിനകത്തൊക്കെ ഓരോരോ ഐറ്റംസാണ്. വളകൾ, നമ്മുടെ നാട്ടിൽ ഖാദീൻ്റെ ഒക്കെ ഉണ്ടാവില്ലോ സ്റ്റോർസ്, അതേപോലെ തന്നെ ഓരോ ഒക്കെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഓരോ ആൾക്കാരാണ്. നല്ല കോസ്റ്റ്, ചില ഐറ്റംസൊക്കെ കോസ്റ്റ്ലി ഉണ്ട്, ചില ഐറ്റംസൊക്കെ നല്ല സിമ്പിളാണ്. നമ്മളതൊക്കെ നോക്കി ഒരു രസം. നമ്മളതൊക്കെ ഇങ്ങനെ വാച്ച് നല്ല രസമുണ്ട്, ഭംഗിയാണ് കാണാനൊക്കെ. അതുപോലെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, പിന്നെ ഇതാണ്ടോ ഓരോ ചുമരിൽ വയ്ക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. കുതിരകൾ, ആന, ഒട്ടകം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങാൻ തോന്നുന്നു, എടുത്തു നോക്കാനൊക്കെ തോന്നും, തൊട്ട് നോക്കാനൊക്കെ തോന്നും. സെറ്റാണ്. എനിക്കിഷ്ടമായി. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് പറഞ്ഞേക്കണേ. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരാൾ തന്നെ പീപ്പിൾ വിളിക്കുന്നുണ്ട്. ആദ്യമൊക്കെ പീപ്പിൾ കണ്ടപ്പോൾ പീപ്പിൾ വാങ്ങണം മതി, വീടിൻ്റെ മേപ്പിട്ട് പോകുന്നതാണ്. പിന്നെ ഈ വീഡിയോ 2 ദിവസം മുന്നേ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടോ. നമ്മളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ വോയിസ് ചെയ്യുന്ന ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്. എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് ജലദോഷം കേട്ടോ. അന്നത്തെ ദിവസം എനിക്ക് അവിടെ പ്രോഗ്രാമിന് പോകുന്ന ദിവസം എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് പ്രോഗ്രാമിൽ പോയിട്ട് വന്നത് വയ്യായിട്ട് പ്രോഗ്രാം ചെയ്യുന്നില്ല. എനിക്ക് വയ്യ. ഇപ്പോൾ ഞാൻ പിന്നെ 2ാമത് ഇതിന് വോയിസ് ഓവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ്. പിന്നെ ഇതാണ്ടോ ഈ ലൈറ്റ്സ് ഒക്കെ ഉണ്ടോ, എത്ര ഡെക്കറേറ്റ് ആണ്, എത്രയും കണ്ണിങ് ആയിട്ടായിരുന്നു ഒട്ടിച്ച് ഹാൻഡിക്രാഫ്റ്റ് ടൈപ്പാണ് ഇതൊക്കെ. ഫുള്ള് ഒട്ടിച്ചുണ്ടാക്കുന്നതാണ്. ഒരുപാട് ക്ഷമ പിടിച്ചുണ്ടാക്കുന്ന ഒരുപാട് സെറ്റപ്പ് സാധനങ്ങളാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതം തന്നെയാണ്. അതുപോലെ ബാഗുകൾ, ഗ്ലാസ്സുകൾ, കപ്പുകൾ, പ്ലേറ്റുകൾ, പല സാധനങ്ങളുണ്ട്. ഒക്കെ ഈ മാർബിൾ പോലത്തെ ഐറ്റംസാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറേ ആൾക്കാർ വാങ്ങുന്നുണ്ട് എല്ലാ ഐറ്റംസും. നമ്മളിന്ന് നോക്കുന്നുണ്ട്, കുറേ നോക്കി. എല്ലാ സ്ഥലങ്ങളും നമ്മളൊന്ന് പോയില്ല. കീ ചെയിൻ നോക്കില്ല, എല്ലാ സ്ഥലത്തും നമ്മൾ പോയിട്ടോ. എല്ലാ സ്ഥലവും ജസ്റ്റ് ഒന്ന് പോയി നോക്കി. കാരണം അടുത്ത കൊല്ലം ഞങ്ങളിവിടെ UP ഉണ്ടാവില്ല. ഇക്കൊല്ലം ഈ ഒരു ഡിസംബർ ജനുവരി വരെയൊക്കെ ഞങ്ങൾ UP ഉണ്ടാവും. ഞങ്ങൾ 3 കൊല്ലം 2 കൊല്ലം ഞങ്ങൾ ഈ മേളയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ മേളത്തെക്കാളും കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ട് ഈ മേളയിൽ ഇപ്രാവശ്യം കുറച്ചുകൂടി ഐറ്റംസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഷോപ്പിലൊന്ന് പോയിട്ട് നമുക്ക് നോക്കാമെന്ന് കരുതി ഞങ്ങൾ എല്ലായിടവും പോയി നോക്കി. കഴിഞ്ഞ കൊല്ലത്തെക്കാളും കുറച്ചുകൂടി ബെറ്ററാണ് ഇപ്രാവശ്യത്തെ മേള. അതിനനുസരിച്ച് തിരക്കുണ്ട്. പിന്നെന്താണോ ആ ടവർ കാണാനും ഭംഗി. എത്ര ദൂരം നോക്കിയാലും ആ ടവർ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അപ്പുറത്ത് കണ്ടോ ആ ഊഞ്ഞാലുകളൊക്കെ ഉണ്ടോ, വലിയ യന്ത്ര ഊഞ്ഞാല്, അതുപോലെ തോണി കിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ സെൽഫി പോയിന്റ്സ് ആട്ടോ. എവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ആദ്യം അവൾ. പിന്നെ ഇതാണ് തോണികൾ ആടുന്നുണ്ടോ, ഇതിന് മേലെ കയറി നിൽക്കുമ്പോഴേ പേടിയാണ്. ഒരു തലക്കുന്ന ഒരു തലത്തേക്ക് അമ്മമാർ എന്താ പറയും ആടല. ടെൻഷൻ പിടിച്ചൊരു പണിയാണ്. ഞാനൊന്നും കയറിയില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം യന്ത്ര ഊഞ്ഞാലും കയറിയില്ല. ഇവർ കയറ്റിവിട്ടോട് കൂടെ അവർക്ക് പൂതി മതിയായിരുന്നു. കാരണം ഇപ്രാവശ്യം ഏത് ഊഞ്ഞാലും അവർ കയറിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ വീടുട്ടയിൽ അവർ കയറിയായിരുന്നു. അപ്പോൾ അതവർ ഇപ്രാവശ്യം കൊണ്ട് ഇവിടെ വന്നിട്ട് നിർബന്ധിച്ചില്ല എനിക്ക് അതിൽ കയറുന്നത്. കാരണം അന്ന് കയറിയിട്ട് പൂതി മാറിയിരുന്നു. പിന്നെ ഇത് വെള്ളത്തിലിട്ട വീർക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പല മിഷൻസിലും പല കുട്ടികളുടെ കിഡ്സിൻ്റെ ഒരുപാട് യന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതിലൊക്കെ ഓരോന്നോരോന്ന് കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ കാണുന്നുണ്ടാവും, വീഡിയോയിൽ കാണുന്ന പോലെ ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള കുറേ എക്യുപ്മെൻറ്റ്സും ഊഞ്ഞാലുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കണ്ടിങ്ങനെ ആകെ അതിൽ എക്സൈറ്റഡ് ചെയ്യണം. അപ്പോൾ ആദ്യം എല്ലാത്തിലും കയറണപ്പോൾ ആദ്യം എല്ലാത്തിലും കയറാൻ വേണ്ടിയിട്ട് ഓടിപ്പായുന്നുണ്ട്. അപ്പോൾ അവനും പറ്റുന്നു. കാരണം വലിയ യന്ത്രമില്ലാതെ കയറി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. അതിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ അവർ അമ്മയെ കയറിയിട്ട് ആകെ തല ഇറങ്ങി വരണം. പക്ഷേ കുറേ ആൾക്കാർ ഹിന്ദിക്കാരൊക്കെ അതിനകത്ത് കയറാൻ വേണ്ടി മത്സരിക്കുക. ക്യൂ ആണ് ഇവിടെ. നമുക്കൊക്കെ കയറാൻ പേടിയാണ്. പക്ഷേ ഹിന്ദിക്കാർക്ക് ഇവിടെ ഇതിലൊക്കെ കയറാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്.
നമുക്ക് എന്നതായാലും ഞാൻ ഒന്നതായാലും ഇതിനകത്ത് കയറലില്ല, ഞാൻ കയറലില്ല. പിന്നെ ഇവര് പിന്നെ അന്ന് കയറിയ ശേഷം ഇവർ കയറുന്നില്ല. അപ്പോൾ ഈ മിഷൻസിലൊക്കെ എന്തായാലും അവർ കയറുന്നില്ല എന്ന് നമ്മളോട് പറഞ്ഞ്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഏട്ടാ കയറുന്നുണ്ടോ വെച്ചപ്പോൾ ഞാൻ ഇല്ല പറഞ്ഞു. പിന്നെ അവരുണ്ടോ വെച്ചപ്പോൾ അവരും ഇല്ല പറഞ്ഞു. അപ്പോൾ ബാക്കി പറ്റുന്നതാ ഈ മിഷനിലൊക്കെ ഒന്ന് ആദ്യം കയറ്റണമെന്നുണ്ട്. അപ്പോൾ ചെറിയ ഹെലികോപ്റ്റർ, ചെറിയ വണ്ടികളെ പോലുള്ള ചെറിയതുണ്ടല്ലോ, ചെറിയ വല്ല സ്പീഡില്ലാണ്ട് കറങ്ങുന്നതൊക്കെ. അപ്പോൾ കുട്ടികൾക്ക് പറ്റിയില്ല. അതിനകത്തൊക്കെ ഇപ്പോൾ എല്ലാവരും ഇവനെ കയറ്റണം. അപ്പോൾ ട്രെയിൻ ചാടി പോകുന്നുണ്ട്, ഹെലികോപ്റ്റർ ഇറങ്ങുന്നുണ്ട്, ജീപ്പുണ്ട്, ബസ്സുണ്ട്, പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്. വേറെ ഇതേപോലെ ഒരു ട്രെയിൻ കൂടി ഉണ്ട്. 3 തരം ട്രെയിൻ ഉണ്ട് ഇവിടെ. അതിനകത്ത് ആദ്യം കയറ്റി. പിന്നെ ഈ കറങ്ങണ സാധനം, ഈ വട്ടത്തിൽ വലിയ കറങ്ങണ സാധനം, ഇതും ഭയങ്കര ഡേഞ്ചറാണ്. ഇതിനകത്തും ഞങ്ങൾ കയറുന്നില്ല. ഡേഞ്ചർ ഇതിനകത്ത് ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഡേഞ്ചർ ആട്ടോ, ഞങ്ങളെ അപേക്ഷിച്ച് ഡേഞ്ചറാണ്. അല്ലാണ്ട് അവിടെ പബ്ലിക്കിനിടയിൽ ഇത് ഡേഞ്ചർ ഒന്നുമല്ല. ഇത് എല്ലാവരും കയറുന്ന സാധനം തന്നെ കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡേഞ്ചറാണെന്ന് പറയും. ഞങ്ങൾക്ക് പേടിയായിട്ട് കേട്ടോ. അതുകൊണ്ട് ഇഷ്ടമല്ലായിട്ടൊന്നല്ല, ഞങ്ങൾ കണ്ടു നിൽക്കാൻ കണ്ടു നിന്ന് ആസ്വദിക്കാൻ ഞങ്ങൾ മിടുക്കന്മാരാണ്. പക്ഷെ ഇതിനെ കയറാനൊരു പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കയറുന്നില്ല. പിന്നെന്താ ഇങ്ങനെ കറങ്ങുന്നതാണ്. അപ്പോൾ ആദ്യം കയറ്റിയിട്ടുണ്ട് ഈ കുഞ്ഞ് ട്രെയിനിൽ. അത് ആദ്യം കയറിയിട്ടുണ്ട്. 50 രൂപയാണ്. അപ്പോൾ അത് കൊടുത്ത് കയറിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഏറെ സിമ്പിൾ. അപ്പോൾ ഇതിനകത്ത് കുട്ടി കയറിയിട്ടുണ്ട്. അവന് ഭയങ്കര എക്സൈറ്റഡ് ആണ്, അവൻ ചിരിക്കുന്നുണ്ട് ആകെ. പിന്നെ എന്താ പറയുക, ഇത് 2-3 റൗണ്ട് കിട്ടോ. നല്ല സെറ്റായിരുന്നു ഈ ഒരു ഇത് ട്രെയിൻ. വേറെ അപ്പുറത്തെ ട്രെയിൻ ഓടുന്നുണ്ട്. അതും അടിപൊളിയായിട്ട് ഓടുന്നൊരു ട്രെയിൻ തന്നെയാണ്. അതിനകത്തും കയറണം പറഞ്ഞു. അതിനകത്തൊന്ന് കയറ്റിയിട്ടുണ്ട്. ഇതും കയറ്റിയിട്ടുണ്ട്. ഇനി ഇതിലാണ്, ഈ ഒരു സാധനത്തിൽ തന്നെ കയറ്റിയിട്ടുണ്ട് അവനെ. ഇതും ഒരു ജീപ്പ് പോലത്തെ സാധനമാണ്. ടോട്ടലി മേള വളരെ ഗംഭീരമായിരുന്നു കേട്ടോ. വളരെ പറഞ്ഞാൽ ഇപ്പോൾ കഴിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. മമ്മൂസ് മുതൽ പല തരത്തിലുള്ള സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ബിരിയാണി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ കഴിച്ച ആ ഒരു 2 സാധനം തന്നെ ഐസ്ക്രീമും പിന്നെ ആ ഒരു തന്നെ കഴിച്ചിട്ടു.